അധ്യായം 9 സൂറത്തു തൗബ. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 129. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ള ബഹുദൈവ വിശ്വാസികളോട് അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ളൊരു വിമോചന പ്രഖ്യാപനമാണിത്. ഫസീഹൂ ഫിൽ അർദി അർബഅത അശ്ഹുരിൻ വഅലമൂ അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ് أنكم غير معجز الله وأن الله مخزي الكافرين. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ 4 മാസം ഈ നാട്ടിൽ സഞ്ചരിച്ചു കൊള്ളുക. നിങ്ങൾ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയാത്തവരാണെന്നും അവൻ സത്യനിഷേധികളെ നിന്ദ്യരാക്കി കളയുമെന്നും തീർച്ചയായും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. وأذان من الله ورسوله إلى الناس يوم الحج الأكبر أن الله بريء من المشركين ورسوله فإن تبتم فهو خير لكم وإن توليتم فاعلموا أنكم غير معجز الله وبشر الذين كفروا بعذاب أليم. അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും എല്ലാ ജനങ്ങൾക്കുമായി ഈ വലിയ ഹജ്ജ് ദിവസം ഇതാ വിളംബരം ചെയ്തുകൊള്ളുന്നു. തീർച്ചയായും ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് അള്ളാഹുവും അവന്റെ റസൂലും ഒഴിഞ്ഞവരാണ്. എന്നാൽ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നവരെയല്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന സന്തോഷവാർത്ത സത്യനിഷേധികളെ അറിയിക്കുക. إلا الذين عاهدتم من المشركين ثم لم ينقصوكم شيئا ولم يظاهروا عليكم أحدا فأتموا إليهم عهدهم إلى مدتهم إن الله يحب المتقين. നിങ്ങളോട് കരാർ ചെയ്തിട്ട് പിന്നീട് യാതൊരു വീഴ്ചയും ചെയ്യാതെയും നിങ്ങൾക്കെതിരെ ആരെയും സഹായിക്കാതെയും ഇരുന്ന ബഹുദൈവ വിശ്വാസികൾ ഒഴികെ അപ്പോൾ അവരുമായി ചെയ്ത കരാർ അതിന്റെ അവധി വരെ പൂർത്തിയാക്കി കൊടുക്കുക. തീർച്ചയായും സൂക്ഷ്മതയുള്ളവരെ അള്ളാഹു സ്നേഹിക്കുന്നു. فإذا انسلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم كل مرصد فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم إن الله غفور رحيم. അങ്ങനെ ആ 4 ആദരണീയ മാസങ്ങൾ കഴിഞ്ഞാൽ സന്ധി ലംഘിച്ച ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുകയും തടവുകാരായി പിടിക്കുകയും വളയുകയും അവർക്ക് വേണ്ടി എല്ലാ കാവൽ സ്ഥലത്തും പതിയിരിക്കുകയും ചെയ്യുക. ഇനിയവർ ഖേദിച്ചു മടങ്ങുകയും നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിച്ചു പോരുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ അവരെ പാട്ടിന് വിട്ടേക്കുക. അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാകുന്നു. وَإِنْ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ ثُمَّ أَبْلِغْهُ مَأْمَنَهُ ذَلِكَ بِأَنَّهُمْ قَوْمٌ لَّا يَعْلَمُونَ. ആ ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും തങ്ങളോട് അഭയം തേടിയാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുവാൻ വേണ്ടി അവന് അഭയം നൽകുക. പിന്നെ തന്റെ അഭയസ്ഥാനത്ത് അവനെ എത്തിച്ചു കൊടുക്കുക. അതെന്തുകൊണ്ടെന്നാൽ അവർ അറിവില്ലാത്ത ജനങ്ങളാണ്.
كيف يكون للمشركين عهد عند الله وعند رسوله إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين. പരിശുദ്ധ പള്ളിക്കടുത്ത് വെച്ച് നിങ്ങളുമായി സന്ധി ചെയ്തവരൊഴിച്ച് മറ്റു ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും അടുക്കൽ ഒരു സന്ധി നിലനിൽക്കുന്നതെങ്ങനെയാണ്? അതുകൊണ്ട് അവർ നിങ്ങളുമായി നീതിയിൽ വർത്തിക്കുന്നിടത്തോളം നിങ്ങൾ അവരുമായും നീതിയിൽ വർത്തിക്കുക. തീർച്ചയായും സൂക്ഷ്മതയുള്ളവരെ അള്ളാഹു സ്നേഹിക്കുന്നു. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. എങ്ങനെയാണ് അവർക്ക് സന്ധി നിലനിൽക്കുക? അവർക്ക് നിങ്ങളുടെ മേൽ വിജയമുണ്ടായാൽ നിങ്ങളുമായുള്ള രക്തബന്ധമോ കരാറുകളോ ഒന്നും അവർ പരിഗണിക്കുകയില്ല. അവരുടെ വായ കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ഹൃദയങ്ങളത് വിസമ്മതിക്കുകയും ചെയ്യുന്നു. അവരിൽ മിക്ക പേരും അതിക്രമികളാണ്. اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله إنهم ساء ما كانوا يعملون. അവർ അള്ളാഹുവിന്റെ ആയത്തുകൾ വിറ്റ് തുച്ഛമായ വില വാങ്ങി. അങ്ങനെ അവന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടഞ്ഞു. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വളരെ ദുഷിച്ചത് തന്നെ. لا يرقبون في مؤمن إلا ولا ذمة وأولئك هم المعتدون. ഒരു സത്യവിശ്വാസിയെക്കുറിച്ചും രക്തബന്ധമോ കരാറോ അവർ പരിഗണിക്കുകയില്ല. അവർ തന്നെയാകുന്നു അതിക്രമകാരികൾ. فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون. ഇനി ഖേദിച്ചു മടങ്ങുകയും നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്താൽ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാരാണ്. ഗ്രഹിക്കുന്ന ജനതയ്ക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നാം വിശദീകരിച്ചു കൊടുക്കുന്നു. وَإِن نَكَثُوا أَيْمَانَهُم مِّن بَعْدِ عَهْدِهِمْ وَطَعَنُوا فِي دِينِكُمْ فَقَاتِلُوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون. കരാർ ചെയ്ത ശേഷം അവർ അത് ലംഘിക്കുകയും നിങ്ങളുടെ മതത്തെ ആക്ഷേപിക്കുകയും ചെയ്താൽ ആ സത്യനിഷേധത്തിന്റെ നേതാക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർക്ക് യാതൊരു ഉടമ്പടിയും നിലവിലില്ല തന്നെ. അവർ വിരമിക്കുവാനും മതി. ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين. തങ്ങളുടെ കരാറുകൾ ലംഘിക്കുകയും റസൂലിനെ നാടുകടത്തുവാൻ ഉദ്ദേശിക്കുകയും ചെയ്ത ജനതയോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ? വാസ്തവത്തിൽ അവരാണല്ലോ നിങ്ങളോട് ആദ്യമായി യുദ്ധം ആരംഭിച്ചത്. നിങ്ങൾ അവരെ ഭയപ്പെടുന്നുവോ? നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഭയപ്പെടുവാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ അല്ലാഹുവാകുന്നു. قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشف صدور قوم مؤمنين. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതും നിന്ദ്യരാക്കുന്നതും അവർക്കെതിരിൽ നിങ്ങളെ സഹായിക്കുന്നതും സത്യവിശ്വാസികളായ ജനതയുടെ ഹൃദയത്തിലുള്ള ദുഃഖം ദൂരീകരിച്ചു തരുന്നതുമാകുന്നു. وَيُذْهِبَ غَيْظَ قُلُوبِهِمْ
وَيَتُوبُ اللَّهُ عَلَى مَن يَشَاءُ وَاللَّهُ عَلِيمٌ حَكِيمٌ. അവരുടെ ഹൃദയങ്ങളിലുള്ള അമർഷം അവൻ നീക്കം ചെയ്യുന്നതുമാണ്. താൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സർവജ്ഞനും മഹാതന്ത്രജ്ഞനുമാകുന്നു. أَمْ حَسِبْتُمْ أَن تُتْرَكُوا وَلَمَّا يَعْلَمِ اللَّهُ الَّذِينَ جَاهَدُوا مِنكُمْ وَلَمْ يَتَّخِذُوا مِن دُونِ اللَّهِ وَلَا رَسُولِهِ وَلَا الْمُؤْمِنِينَ وَلِيجَةً وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ. അതല്ല, നിഷ്കളങ്കമായി യുദ്ധം ചെയ്യുകയും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും വിട്ട് മറ്റാരെയും രഹസ്യബന്ധുക്കളാക്കി വയ്ക്കാതിരിക്കുകയും ചെയ്തവരെ ചില പരീക്ഷണങ്ങൾ മൂലം അള്ളാഹു വ്യക്തമായി അറിയാതെ തങ്ങളെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾ ധരിച്ചുപോയിട്ടുണ്ടോ? നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون. സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുവാൻ അവകാശമില്ല തന്നെ. അവരുടെ പ്രവൃത്തികളെല്ലാം നിഷ്ഫലമായി പോയിരിക്കുന്നു. നരകത്തിൽ നിരന്തരവാസികളുമാണവർ. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ മാത്രമേ അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുകയുള്ളൂ. അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുകയും പരിശുദ്ധ പള്ളിയെ പരിപാലിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്യുന്നവനെ അവന്റെ പ്രവർത്തനം പോലെ നിങ്ങൾ ആക്കുകയാണോ? ആ രണ്ട് കക്ഷികളും അള്ളാഹുവിന്റെ അടുക്കൽ സമന്മാരാവുകയില്ല. അധർമ്മകാരികളായ ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون. സത്യവിശ്വാസം അവലംബിക്കുകയും സ്വദേശം വെടിയുകയും തങ്ങളുടെ ദേഹവും സമ്പത്തും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്തവർ അള്ളാഹുവിന്റെ അടുക്കൽ അതിമഹത്തായ പദവിയുള്ളവരാണ്. അവർ തന്നെയാണ് വിജയികളും. يبشرهم ربهم برحمة منه ورضوان وجنات لهم فيها نعيم مقيم. തന്റെ പക്കൽ നിന്നുമുള്ള അനുഗ്രഹത്തെയും സംതൃപ്തിയെയും സ്വർഗങ്ങളെയും കുറിച്ച് അവരുടെ റബ്ബ് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. അവർക്ക് ആ സ്വർഗങ്ങളിൽ ശാശ്വതമായ സൗഭാഗ്യമുണ്ട്. خالدين فيها أبدا إن الله عنده أجر عظيم. അവയിൽ അവർ എപ്പോഴും സ്ഥിരവാസികളാകുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. يا أيها
الذين آمنوا لا تتخذوا آباءكم وإخوانكم أولياء إن استحبوا الكفر على الإيمان ومن يتولهم منكم فأولئك هم الظالمون. സത്യവിശ്വാസികളെ, സ്വന്തം മാതാപിതാക്കളും സഹോദരന്മാരും സത്യവിശ്വാസത്തിനെതിരിൽ നിഷേധത്തെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അവരെ നിങ്ങൾ ബന്ധുക്കളാക്കി വെക്കരുത്. ആരെങ്കിലും ബന്ധുക്കളാക്കി വെച്ചാൽ അവർ അക്രമികൾ തന്നെയാണ്. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പ്രഖ്യാപിക്കുക, നിങ്ങളുടെ മാതാപിതാക്കളും സന്താനങ്ങളും സഹോദരങ്ങളും ഇണകളും കുടുംബങ്ങളും നിങ്ങൾ സമ്പാദിച്ച സ്വത്തുക്കളും ചെലവായി പോകുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവട ചരക്കുകളും നിങ്ങൾ തൃപ്തിപ്പെടുന്ന ഭവനങ്ങളുമെല്ലാം അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാളും നിങ്ങൾക്ക് അധികം പ്രിയങ്കരമാണെങ്കിൽ അള്ളാഹു അവന്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു അതിക്രമികളായ ജനതയെ നേർമാർഗികളാക്കുകയില്ല. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. ധാരാളം സമരരംഗങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഹുനൈൻ യുദ്ധ ദിവസം സ്വന്തം എണ്ണപ്പെരുപ്പം നിങ്ങളെ സംതൃപ്തരാക്കിയ സന്ദർഭം ഓർക്കുക. എന്നിട്ട് ആ സംഖ്യാധിക്യം ഒരു നിലയ്ക്കും നിങ്ങൾക്ക് ഉപകരിച്ചില്ല. ഭൂമി വിശാലമായിരുന്നിട്ടും അതിടുങ്ങിയതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടു. പിന്നീട് നിങ്ങൾ പിന്തിരിഞ്ഞോടി. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. പിന്നെ തന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും അള്ളാഹു സമാധാനമിറക്കിത്തന്നു. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില സൈന്യങ്ങളെ അവൻ ഇറക്കുകയും സത്യനിഷേധികളെ ശിക്ഷിക്കുകയും ചെയ്തു. സത്യനിഷേധികളുടെ പ്രതിഫലമത്രേയത്. ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم. പിന്നീട് അതിനുശേഷം അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്താപം അവൻ സ്വീകരിക്കുന്നതാണ്. അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. يا أيها الذين آمنوا إنما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا وإن خفتم عيلة فسوف يغنيكم الله من فضله إن شاء إن الله عليم حكيم. സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാണ്. അതിനാൽ
ഈ കൊല്ലത്തിനു ശേഷം അവർ പരിശുദ്ധ പള്ളിയെ സമീപിക്കരുത്. നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെടുന്നുവെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ അനുഗ്രഹം മൂലം അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ്. അള്ളാഹു സർവജ്ഞനും മഹായുക്തിമാനും തന്നെയാകുന്നു. قاتلوا الذين لا يؤمنون بالله ولا باليوم الآخر ولا يحرمون ما حرم الله ورسوله ولا يدينون دين الحق من الذين أوتوا الكتاب حتى يعطوا الجزية عن يد وهم صاغرون. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും അള്ളാഹുവും അവന്റെ റസൂലും നിരോധിച്ചത് നിഷിദ്ധമാക്കാത്തവരും സത്യമതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാത്തവരുമായ വേദക്കാരോട് അവർ ഇസ്ലാമിക ഭരണത്തിന് കീഴടങ്ങിക്കൊണ്ട് സംതൃപ്തിയോടെ കപ്പം നികുതി തരുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. وقالت اليهود عزير ابن الله وقالت النصارى المسيح ابن الله ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أنى يؤفكون. ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ജൂതന്മാരും മസീഹ് ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സത്യനിഷേധികൾ ജൽപ്പിച്ചിരുന്നതിനെ അനുകരിച്ച് തങ്ങളുടെ നാവുകൾ കൊണ്ടവർ പറയുന്ന വാക്കുകളാണത്. അള്ളാഹു അവരെ ശപിക്കട്ടെ. എങ്ങോട്ടാണവർ നേർവഴി വിട്ടുതിരിക്കപ്പെടുന്നത്? أحبارهم ورهبانهم أربابا من دون الله والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. അള്ളാഹുവിനെ വിട്ട് അവർ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ പുത്രൻ മസീഹിനെയും നാഥന്മാരാക്കി വെച്ചിരിക്കുന്നു. ഒരേയൊരു ഇലാഹിന് ആരാധന ചെയ്യുവാൻ മാത്രമാണ് അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. അവർ പങ്കുചേർക്കുന്നതും വിട്ട് അവൻ എത്രയോ പരിശുദ്ധനാണ്. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. അള്ളാഹുവിന്റെ പ്രകാശത്തെ തങ്ങളുടെ വായ കൊണ്ട് ഊതിക്കെടുത്താമെന്നവർ ഉദ്ദേശിക്കുന്നു. സത്യനിഷേധികൾ വെറുത്താലും തന്റെ പ്രകാശം പൂർണ്ണമാക്കാൻ തന്നെയാണ് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സന്മാർഗവും സത്യമതവും കൊണ്ട് തന്റെ ദൂതനെ അയച്ചത് അവൻ തന്നെയാണ്. ബഹുദൈവ വിശ്വാസികൾ വെറുത്താലും ആ മതം മറ്റു മതങ്ങളെയെല്ലാം വിജയിക്കുവാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ അയച്ചത്. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സത്യവിശ്വാസികളെ, തീർച്ചയായും ജൂത പണ്ഡിതന്മാരിലും ക്രിസ്തീയ പുരോഹിതന്മാരിൽ നിന്ന് മിക്കപേരും ജനങ്ങളുടെ ധനം അന്യായമായി കൈവശപ്പെടുത്തുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. സ്വർണവും വെള്ളിയും നിധിയാക്കി വയ്ക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക. يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم
هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. അത് നരകത്തിലിട്ട് ചുട്ടുപഴിപ്പിക്കുകയും എന്നിട്ട് അവ കൊണ്ട് അവരുടെ നെറ്റികൾക്കും പാർശ്വങ്ങൾക്കും മുതുകുകൾക്കും ചൂട് വയ്ക്കുകയും സ്വന്തം നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നതാണിത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നതിന്റെ രുചി ഇപ്പോൾ ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യുന്ന ദിവസം ആകുന്നു ആ ശിക്ഷ. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. തീർച്ചയായും അള്ളാഹുവിന്റെ പക്കൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തിൽ അവൻ വിധിച്ചതനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അതിൽ 4 മാസം ആദരണീയങ്ങളാണ്. അതാണ് അവക്രമമായ മതം. അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തെ പോലും ദ്രോഹിക്കരുത്. ബഹുദൈവ വിശ്വാസികൾ ഒന്നാകെ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങൾ അങ്ങോട്ടും ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്യുക. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പം തന്നെയാണെന്നറിയുക. إنما النسيء زيادة في الكفر يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. ഒരു മാസത്തിന്റെ ആദരണീയത മറ്റൊരു മാസത്തിലേക്ക് മാറ്റിവെക്കൽ സത്യനിഷേധത്തിൽ വർധനവുണ്ടാക്കാൻ തന്നെയത്രേ. ആ സത്യനിഷേധികൾ അതുമൂലം വഴിപിഴപ്പിക്കപ്പെടുന്നു. അള്ളാഹു ഹറാമാക്കിയ മാസങ്ങളുടെ എണ്ണം ഒപ്പിക്കുവാനും അങ്ങനെ അവൻ ഹലാലാക്കിയതിനെ ഹറാമാക്കുവാനും വേണ്ടി ഒരേ മാസത്തെ തന്നെ അവർ ഒരു കൊല്ലം ഹലാലും മറ്റൊരു കൊല്ലം ഹറാമുമാക്കുന്നു. തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയാക്കപ്പെട്ടിരിക്കുകയാണ്. സത്യനിഷേധികളായ ജനതയെ അള്ളാഹു സന്മാർഗത്തിലാക്കുന്നതല്ല. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തായിപ്പോയി? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടുക എന്ന് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അതാ ഭൂമിയിലേക്ക് അമർന്നു കളയുന്നു. നിങ്ങൾ പരലോക ജീവിതത്തിനു പകരം ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടുവോ? എന്നാൽ പരലോക ജീവിതത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിത സുഖം വളരെ തുച്ഛം തന്നെയാകുന്നു. إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير. യുദ്ധത്തിന് പുറപ്പെടാത്ത പക്ഷം നിങ്ങൾക്കവൻ വേദനാജനകമായ ശിക്ഷ നൽകുകയും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ജനതയെ കൊണ്ടുവരുന്നതുമാണ്. അവന് യാതൊരു ദോഷവും നിങ്ങൾ വരുത്തുകയില്ല. അള്ളാഹു സർവശക്തനുമാകുന്നു. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم.
നിങ്ങൾ നബിയെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു സഹായിക്കും. സത്യനിഷേധികൾ അദ്ദേഹത്തെ മറ്റൊരാളോടുകൂടി പുറത്താക്കിയ സന്ദർഭം അവർ ഇരുവരും ആ ഗുഹയിലായിരുന്നപ്പോൾ തന്റെ കൂട്ടുകാരനോട്, താങ്കൾ ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ സമയം തീർച്ചയായും അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവന്റെ പക്കൽ നിന്നുള്ള സമാധാനം അള്ളാഹു അദ്ദേഹത്തിന് ഇറക്കിക്കൊടുത്തു. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില സൈന്യങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തി സത്യനിഷേധികളുടെ വചനത്തെ ഏറ്റവും താഴ്ന്നതാക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ വചനം തന്നെയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അള്ളാഹു പ്രതാപശാലിയും മഹാതന്ത്രജ്ഞനുമാകുന്നു. انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون. നിങ്ങൾ ഭാരമില്ലാത്തവരായാലും ഭാരമുള്ളവരായാലും യുദ്ധത്തിന് പുറപ്പെടുകയും ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം നടത്തുകയും ചെയ്യുക. അറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. لو كان عرضا قريبا وسفرا قاصدا لاتبعوك ولكن بعدت عليهم الشقة وسيحلفون بالله لو استطعنا لخرجنا معكم يهلكون أنفسهم والله يعلم إنهم لكاذبون. അത് ക്ഷിപ്രസാധ്യമായ കാര്യലാഭമോ സുഗമമായ യാത്രയോ ആയിരുന്നെങ്കിൽ അവർ താങ്കളെ അനുഗമിക്കുമായിരുന്നു. പക്ഷേ ഇതിന്റെ മാർഗം അവർക്ക് വിദൂരമായി തീർന്നു. കഴിവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറപ്പെടുമായിരുന്നു എന്ന് അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയും. സ്വന്തത്തിനു തന്നെ അവർ നാശമുണ്ടാക്കുകയാണ്. അവർ കളവ് പറയുന്നവർ തന്നെയാണെന്ന് അള്ളാഹു അറിയുന്നുണ്ട്. عفى الله عنك لما أذنت لهم حتى يتبين لك الذين صدقوا وتعلم الكاذبين. അള്ളാഹു താങ്കൾക്ക് മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു. താങ്കൾ എന്തിനാണ് അവർക്ക് സമ്മതം കൊടുത്തത്? സത്യം പറഞ്ഞവർ ആരെല്ലാമെന്ന് വ്യക്തമാവുകയും കളവ് പറഞ്ഞവരെ ശരിക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നതുവരെ താങ്കൾ എന്തുകൊണ്ട് കാത്തില്ല? لا يستأذنك الذين يؤمنون بالله واليوم الآخر أن يجاهدوا بأموالهم وأنفسهم والله عليم بالمتقين. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ തങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും യുദ്ധം ചെയ്യുന്നതിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ താങ്കളോട് അനുവാദം ചോദിക്കുന്നതല്ല. സൂക്ഷ്മതയുള്ളവരെക്കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാകുന്നു. إنما يستأذنك الذين لا يؤمنون بالله واليوم الآخر وارتابت قلوبهم فهم في ريبهم يترددون. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവർ ഹൃദയങ്ങളിൽ സംശയം കുടുങ്ങുകയും അങ്ങനെ തങ്ങളുടെ സംശയത്തിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് യുദ്ധത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ താങ്കളോട് അനുമതി ചോദിക്കുക. ولو أرادوا الخروج لأعدوا له عدة ولكن كره الله بعاثهم فثبطهم وقيل اقعدوا مع القاعدين. യുദ്ധത്തിന് പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനുവേണ്ടി ചില ഉപകരണങ്ങൾ അവർ തയ്യാറാക്കുമായിരുന്നു. പക്ഷേ യുദ്ധത്തിനായുള്ള അവരുടെ പുറപ്പാട് അള്ളാഹു ഉദ്ദേശിച്ചില്ല. തന്നിമിത്തം അവരെ അവൻ തടഞ്ഞു. യുദ്ധത്തിന് പോകാൻ കഴിയാതെ ഇരിക്കുന്നവരോടൊന്നിച്ച് നിങ്ങളും ഇരുന്നു കൊള്ളുക എന്നവരോട് പറയപ്പെടുകയും ചെയ്തു. لو خرجوا فيكم ما زادوكم إلا خبالا ولأوضعوا خلالكم يبغونكم الفتنة وفيكم سماعون لهم والله عليم بالظالمين. അവർ കൂട്ടത്തിൽ പുറപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നാശമല്ലാതെ മറ്റൊന്നും അവർ നേടിത്തരുമായിരുന്നില്ല. കുഴപ്പമാഗ്രഹിച്ചുകൊണ്ടവർ നിങ്ങൾക്കിടയിൽ ഓടി നടക്കുകയും ചെയ്യുമായിരുന്നു. അവരെ ചെവിക്കൊള്ളുന്ന ചില ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ. അത്തരം അക്രമികളെക്കുറിച്ച് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്.
لقد ابتغوا الفتنة من قبل وقلبوا لك الأمور حتى جاء الحق وظهر أمر الله وهم كارهون. തീർച്ചയായും അവർ ഇതിനു മുമ്പും കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുകയും താങ്കൾക്കെതിരായി പല കുതന്ത്രങ്ങൾ തിരിച്ചും മറിച്ചും നോക്കുകയും ചെയ്തിട്ടുണ്ടവർ. കപടവിശ്വാസികൾ വെറുക്കുന്നവരായിരിക്കെ തന്നെ സത്യം വന്നെത്തുകയും അള്ളാഹുവിന്റെ കാര്യം വിജയിക്കുകയും ചെയ്യുന്നതുവരെ അവർ തങ്ങളുടെ ദുഷ്പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. ومنهم من يقول ائذن لي ولا تفتني ألا في الفتنة سقطوا وإن جهنم لمحيطة بالكافرين. എനിക്ക് അനുവാദം തരണേ, എന്നെ കുഴപ്പത്തിൽ പെടുത്തരുതേ എന്ന് താങ്കളോട് പറയുന്ന ചിലരും അവരിൽ കപടവിശ്വാസികളിൽ ഉണ്ട്. അറിയുക, അവർ കുഴപ്പത്തിൽ തന്നെയാണ് വീണിരിക്കുന്നത്. നരകം സത്യനിഷേധികളെ വലയം ചെയ്തത് തന്നെയാണ് തീർച്ച. إن تصبك حسنة تسؤهم وإن تصبك مصيبة يقولوا قد أخذنا أمرنا من قبل ويتولوا وهم فرحون. താങ്കൾക്ക് വല്ല നന്മയും ലഭിച്ചാൽ അതവരെ ദുഃഖിതരാക്കും. താങ്കൾക്ക് എന്തെങ്കിലും വിപത്ത് വന്നാലോ ഞങ്ങൾ സ്വന്തം കാര്യം മുമ്പ് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തുഷ്ടരായിക്കൊണ്ട് അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. قُل لَّن يُصِيبَنَا إِلَّا مَا كَتَبَ اللَّهُ لَنَا هُوَ مَوْلَانَا وَعَلَى اللَّهِ فَلْيَتَوَكَّلِ الْمُؤْمِنُونَ. പ്രഖ്യാപിക്കുക, അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ മറ്റൊരാപത്തും ഞങ്ങളെ ബാധിക്കുകയില്ല. അവൻ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ തന്നെ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. قُلْ هَلْ تَرَبَّصُونَ بِنَا إِلَّا إِحْدَى الْحُسْنَيَيْنِ وَنَحْنُ نَتَرَبَّصُ بِكُمْ أَن يُصِيبَكُمُ اللَّهُ بِعَذَابٍ مِّنْ عِندِهِ أَوْ بِأَيْدِينَا فَتَرَبَّصُوا إِنَّا مَعَكُمْ مُتَرَبِّصُونَ. ചോദിക്കുക, ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളിൽ ഒന്നല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്ക് ഞങ്ങളിൽ പ്രതീക്ഷിക്കാനുള്ളത്? ഞങ്ങളാകട്ടെ അള്ളാഹുവിൽ നിന്ന് നേരിട്ടോ ഞങ്ങളുടെ കയ്യായോ അവൻ ശിക്ഷ നൽകുന്നതിനെയാണ് നിങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങളോടൊപ്പം ഞങ്ങളും കാത്തിരിക്കുന്നവരാകുന്നു. قُلْ أَنفِقُوا طَوْعًا أَوْ كَرْهًا لَّن يُتَقَبَّلَ مِنكُمْ إِنَّكُمْ كُنتُمْ قَوْمًا فَاسِقِينَ. പറയുക, നിങ്ങൾ സ്വമേധയായോ നിർബന്ധിതരായോ ധനം ചെലവ് ചെയ്യുക. എങ്ങനെയായാലും നിങ്ങളിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. നിങ്ങൾ അതിക്രമികളായ ഒരു ജനത തന്നെയാകുന്നു. وَمَا مَنَعَهُمْ أَن تُقْبَلَ مِنْهُمْ نَفَقَاتُهُمْ إِلَّا أَنَّهُمْ كَفَرُوا بِاللَّهِ وَبِرَسُولِهِ وَلَا يَأْتُونَ الصَّلَاةَ إِلَّا وَهُمْ كُسَالَى وَلَا يُنفِقُونَ إِلَّا وَهُمْ كَارِهُونَ. അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചു. അവർ അലസരായിക്കൊണ്ടല്ലാതെ നിസ്കാരത്തിനു ചെല്ലുകയോ വെറുക്കുന്നവരായിട്ടല്ലാതെ ചിലവഴിക്കുകയോ ഇല്ല എന്നതു മാത്രമാണ് അവരുടെ ദാനം സ്വീകരിക്കുന്നതിന് പ്രതിബന്ധമുണ്ടാക്കിയത്. فَلَا تُعْجِبْكَ أَمْوَالُهُمْ وَلَا أَوْلَادُهُمْ إِنَّمَا يُرِيدُ اللَّهُ لِيُعَذِّبَهُم بِهَا فِي الْحَيَاةِ الدُّنْيَا وَتَزْهَقَ أَنفُسُهُمْ وَهُمْ كَافِرُونَ. അതിനാൽ അവരുടെ ധനവും സന്താനങ്ങളും താങ്കളെ കൗതുകപ്പെടുത്താതിരിക്കട്ടെ. അവ കൊണ്ട് ഐഹിക ജീവിതത്തിൽ തന്നെ അവരെ ശിക്ഷിക്കണമെന്നും
സത്യനിഷേധികളായിരിക്കെ അവരുടെ ജീവൻ വിട്ടുപോകണമെന്നും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. وَيَحْلِفُونَ بِاللَّهِ إِنَّهُمْ لَمِنكُمْ وَمَا هُمْ مِنكُمْ وَلَكِنَّهُمْ قَوْمٌ يَفْرَقُونَ. തങ്ങൾ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് അവർ നിങ്ങളോട് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയും. വാസ്തവത്തിൽ അവർ നിങ്ങളിൽപ്പെട്ടവരല്ല, പക്ഷേ ഭയപ്പെട്ടു വിറക്കുന്ന ഒരു ജനതയാണ്. لو يجدون ملجأ أو مغارات أو مدخلا لولوا إليه وهم يجمحون. ഒരു അഭയസ്ഥാനമോ വല്ല ഗുഹകളോ മാളമോ കണ്ടിരുന്നെങ്കിൽ അവർ വളരെ വേഗത്തിൽ അങ്ങോട്ട് ഓടിപ്പോകുമായിരുന്നു. ومنهم من يلمزك في الصدقات فإن أعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون. സക്കാത്തിന്റെ ധനം വിതരണം ചെയ്യുന്നതിൽ താങ്കളെ ആക്ഷേപിക്കുന്നവർ അവരുടെ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ട്. തങ്ങൾക്ക് അതിൽ നിന്ന് നൽകിയാൽ അവരത് തൃപ്തിപ്പെടും, അതിൽ നിന്ന് വല്ലതും നൽകിയില്ലെങ്കിലോ അവരതാ കോപിക്കുന്നു. ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون. അള്ളാഹുവും അവന്റെ റസൂലും നൽകിയതിൽ അവർ തൃപ്തിപ്പെടുകയും അള്ളാഹു ഞങ്ങൾക്ക് മതി, തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവനും പിന്നീട് അവന്റെ റസൂലും ഞങ്ങൾക്ക് തരും, അള്ളാഹുവിലേക്ക് മാത്രം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എന്നവർ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ അതായിരുന്നു നല്ലത്. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. സക്കാത്തിന്റെ ധനം പരമദരിദ്രന്മാർക്കും അഗതികൾക്കും സക്കാത്ത് സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കും ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർക്കും അടിമത്ത വിമോചനത്തിലും കടത്തിൽ അകപ്പെട്ടവർക്കും ധർമ്മയുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്നവർക്കും യാത്രക്കാർക്കും മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥയാണിത്. അള്ളാഹു സർവജ്ഞനും മഹാതന്ത്രജ്ഞനുമാകുന്നു. ومنهم الذين يؤذون النبي ويقولون هو أذن قل أذن خير لكم يؤمن بالله ويؤمن للمؤمنين ورحمة للذين آمنوا منكم والذين يؤذون رسول الله لهم عذاب أليم. അവരിൽ കപടവിശ്വാസികളിൽ മറ്റൊരു വിഭാഗമുണ്ട്. അവർ നബിക്ക് മനോവേദന ഉണ്ടാക്കുകയും പറയുന്നതൊക്കെ കേൾക്കുന്ന ആളാണ് അദ്ദേഹമെന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്നു. താങ്കൾ പ്രസ്താവിക്കുക, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി നല്ലത് കേൾക്കുന്ന ആളാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാം കേൾക്കുന്ന ആളല്ല. അദ്ദേഹം അള്ളാഹുവിലും സത്യവിശ്വാസികളെയും വിശ്വസിക്കുന്നു. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അദ്ദേഹം വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ റസൂലിന് മനപ്രയാസമുണ്ടാക്കുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. يحلفون بالله لكم ليرضوكم والله ورسوله أحق أن يرضوه إن كانوا مؤمنين. നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്യുന്നു. സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും തൃപ്തിപ്പെടുത്തുവാനാണ് അവർക്ക് ഏറ്റവും ബാധ്യതയുള്ളത്. ألم يعلموا أنه من يحادد الله ورسوله فأن له نار جهنم خالدا فيها ذلك الخزي العظيم.
അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും വല്ലവനും എതിർത്തു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും തനിക്കുള്ളതാണ് നരകമെന്നും താൻ അതിൽ സ്ഥിരവാസി ആയിരിക്കുമെന്നും അവൻ അറിഞ്ഞിട്ടില്ലേ? അതൊരു ഭീമമായ അപമാനമാണ്. يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم قل استهزئوا إن الله مخرج ما تحذرون. തങ്ങളുടെ ഹൃദയത്തിലുള്ളതിനെ സംബന്ധിച്ച് സത്യവിശ്വാസികൾക്ക് വിവരം കൊടുക്കുന്ന ഒരധ്യായം അവർക്കിറക്കപ്പെടുന്നതിനെ കപടവിശ്വാസികൾ ഭയപ്പെടുന്നു. പറയുക, നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക, നിങ്ങൾ ഭയപ്പെടുന്നതിനെ തീർച്ചയായും അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നവനാണ്. وَلَئِن سَأَلْتَهُمْ لَيَقُولُنَّ إِنَّمَا كُنَّا نَخُوضُ وَنَلْعَبُ قُلْ أَبِاللَّهِ وَآيَاتِهِ وَرَسُولِهِ كُنْتُمْ تَسْتَهْزِئُونَ. താങ്കൾ ചോദിച്ചാൽ ഞങ്ങൾ തമാശ പറയുകയും വിനോദിക്കുകയും മാത്രമായിരുന്നു എന്നവർ പറയും. അള്ളാഹുവിനെയും അവന്റെ സന്ദേശങ്ങളെയും റസൂലിനെയും കൊണ്ടാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ ചോദിക്കുക. لا تعتذروا قد كفرتم بعد إيمانكم إن نعف عن طائفة منكم نعذب طائفة بأنهم كانوا مجرمين. നിങ്ങൾ ഒഴിവുകഴിവുകളൊന്നും പറയേണ്ട. വിശ്വസിച്ചതായി പ്രഖ്യാപിച്ചതിനു ശേഷം നിങ്ങൾ സത്യം നിഷേധിച്ചിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് ചെയ്തു കൊടുത്താൽ മറ്റൊരു വിഭാഗത്തെ നാം ശിക്ഷിക്കും. കാരണം അവർ കുറ്റക്കാരാകുന്നു. المنافقون والمنافقات بعضهم من بعض يأمرون بالمنكر وينهون عن المعروف ويقبضون أيديهم نسوا الله فنسيهم إن المنافقين هم الفاسقون. കപടവിശ്വാസികളും കപടവിശ്വാസിനികളും പരസ്പരം തുല്യരാകുന്നു. അവർ നിഷിദ്ധ കാര്യങ്ങൾ ഉപദേശിക്കുകയും നല്ലതിനെ തടയുകയും പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവിനെ വിസ്മരിച്ചു കളഞ്ഞപ്പോൾ അവരെ അവൻ അവഗണിച്ചു. തീർച്ചയായും കപടവിശ്വാസികൾ താന്തോന്നികളാണ്. وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم وَلَعَنَهُمُ اللَّهُ وَلَهُمْ عَذَابٌ مُقِيمٌ. കപടവിശ്വാസികൾക്കും കപടവിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അല്ലാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ ശാശ്വതന്മാരാണ്. അവർക്കതു മതി. അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അവർക്ക് സ്ഥായിയായി നിൽക്കുന്ന ശിക്ഷയുണ്ട്. كَالَّذِينَ مِنْ قَبْلِكُمْ كَانُوا أَشَدَّ مِنْكُمْ قُوَّةً وَأَكْثَرَ أَمْوَالًا وَأَوْلَادًا فاستمتعوا بخلاقهم فاستمتعتم بخلاقكم كما استمتع الذين من قبلكم بخلاقهم وخضتم كالذي خاضوا أولئك حبطت أعمالهم في الدنيا والآخرة وأولئك هم الخاسرون. കപടവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരെ പോലെ തന്നെയാണ് നിങ്ങളും. അവർ നിങ്ങളെക്കാൾ ശക്തിയുള്ളവരും നിങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പത്തും സന്താനങ്ങളുമുള്ളവരുമായിരുന്നു. എന്നിട്ട് തങ്ങളുടെ ഓഹരി കൊണ്ട് അവർ സുഖം അനുഭവിച്ചു. നിങ്ങൾക്ക് മുമ്പുള്ളവർ തങ്ങളുടെ ഓഹരി കൊണ്ട് സുഖമനുഭവിച്ചതുപോലെ സ്വന്തം ഓഹരി കൊണ്ട് നിങ്ങളും സുഖമനുഭവിച്ചു. അവർ വിനോദങ്ങളിൽ പ്രവേശിച്ചതുപോലെ നിങ്ങളും പ്രവേശിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി പോയി. അവർ നഷ്ടപ്പെട്ടവർ തന്നെയാകുന്നു. أَلَمْ يَأْتِهِمْ نَبَأُ الَّذِينَ مِنْ قَبْلِهِمْ قَوْمِ نُوحٍ وَعَادٍ وَثَمُودَ وَقَوْمِ إِبْرَاهِيمَ وَأَصْحَابِ مَدْيَنَ وَالْمُؤْتَفِكَاتِ
أتتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ നൂഹ് നബിയുടെ ജനത, ആദ്, സമൂദ്, ഇബ്രാഹിം നബിയുടെ ജനത, മദിയൻകാർ, കീഴ്മേലായി മറിക്കപ്പെട്ട ലൂത്ത് നബിയുടെ നാട്ടുകാർ എന്നിവരുടെ ചരിത്രം അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ? തങ്ങളുടെ ദൂതന്മാർ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുക്കൽ ചെന്നു. അല്ലാഹു അവരെ ദ്രോഹിച്ചിരുന്നില്ല, പക്ഷേ അവർ സ്വന്തത്തെ തന്നെ ദ്രോഹിക്കുകയാണ് ചെയ്തിരുന്നത്. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമാവട്ടെ പരസ്പരം ബന്ധുക്കളാണ്. അവർ നല്ലത് ഉപദേശിക്കുകയും ചീത്ത വിരോധിക്കുകയും നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുന്നു. അവർക്ക് അള്ളാഹു കരുണ ചെയ്യുന്നതാണ്. തീർച്ചയായും അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അള്ളാഹു സ്വർഗങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവയുടെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവരതിൽ ശാശ്വതവാസികളാണ്. എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗങ്ങളിൽ ഉത്കൃഷ്ടങ്ങളായ ഭവനങ്ങളെയും അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി ഏറ്റവും മഹത്തായതാണ്. അത് തന്നെയാണ് വമ്പിച്ച വിജയം. أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. പ്രവാചകരെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുകയും പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവരുടെ വാസസ്ഥലം നരകമാണ്. ആ പരിണാമസ്ഥാനം എത്ര ദുഷിച്ചതാണ്. يحلفون بالله ما قالوا ولقد قالوا كلمة الكفر وكفروا بعد إسلامهم وهموا بما لم ينالوا وما نقموا إلا أن أغناهم الله ورسوله من فضله فإن يتوبوا يك خيرا لهم وإن يتولوا يعذبهم الله عذابا أليما في الدنيا والآخرة وما لهم في الأرض من ولي ولا نصير. തങ്ങളതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അള്ളാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്യുന്നു. തീർച്ചയായും അവർ സത്യനിഷേധത്തിന്റെ വാക്ക് പറയുകയും അനുസരണ കാണിച്ചതിനു ശേഷം സത്യനിഷേധം കൈക്കൊള്ളുകയും നിറവേറ്റാൻ കഴിയാത്തത് നടത്തുവാൻ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവും അവന്റെ റസൂലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് ഐശ്വര്യം നൽകിയെന്നല്ലാതെ അവരുടെ വിരോധത്തിന് മറ്റൊരു കാരണവുമില്ല തന്നെ. ഇനി ഖേദിച്ചു മടങ്ങുകയാണെങ്കിൽ അതവർക്ക് നല്ലതാണ്. പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലോ അള്ളാഹു അവർക്ക് ഇഹത്തിലും പരത്തിലും വേദനാജനകമായ ശിക്ഷ നൽകും. ഭൂമിയിൽ അവർക്ക് യാതൊരു രക്ഷകനും സഹായിയുമില്ല. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് വല്ലതും നൽകിയാൽ ഞങ്ങൾ തീർച്ചയായും ദാനം ചെയ്യുമെന്നും സദ്വൃത്തരുടെ കൂട്ടത്തിലായി ജീവിച്ചുകൊള്ളാമെന്നും അള്ളാഹുവിനോട് കരാർ ചെയ്തവരും അവരിൽ കപടവിശ്വാസികളിൽ തന്നെയുണ്ട്. فلما آتاهم من
فضله بخلوا به وتولوا وهم معرضون. അങ്ങനെ അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയപ്പോൾ അവരതുകൊണ്ട് പിശുക്ക് കാണിക്കുകയും അഗണ്യമാക്കിയവരായി പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون. അപ്പോൾ തന്നെ കണ്ടുമുട്ടുന്ന ദിവസം വരെയും അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു കാപഢ്യം കുടിയിരുത്തി. അവർ അള്ളാഹുവുമായി ചെയ്ത കരാർ ലംഘിക്കുകയും കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ. ألم يعلموا أن الله يعلم سرهم ونجواهم وأن الله علام الغيوب. അവരുടെ രഹസ്യവും ഗൂഢാലോചനയും അള്ളാഹു അറിയുക തന്നെ ചെയ്യുമെന്നതും എല്ലാ മറഞ്ഞ കാര്യങ്ങളും അവൻ നല്ലവണ്ണം അറിയുന്നവനാണെന്നും അവർ ഗ്രഹിച്ചിട്ടില്ലേ? الذين يلمزون المطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم. സ്വമനസാലെ ധാരാളം ദാനം ചെയ്യുന്ന സത്യവിശ്വാസികളെയും അധ്വാനിച്ചു കിട്ടിയ കുറഞ്ഞ വസ്തു ദാനം ചെയ്യുന്നവരെയും അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് തങ്ങളുടെ പരിഹാസത്തിനുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. استغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. താങ്കൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, അല്ലെങ്കിൽ പൊറുക്കലിനെ തേടാതിരിക്കുക, രണ്ടും സമമാണ്. താങ്കൾ അവർക്ക് വേണ്ടി 70 പ്രാവശ്യം പൊറുക്കലിനെ തേടിയാലും അള്ളാഹു പൊറുക്കുകയില്ല. അതെന്തുകൊണ്ടെന്നാൽ തീർച്ചയായും അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവിശ്വസിച്ചിരിക്കുന്നു. താന്തോന്നികളായ ജനതയെ അള്ളാഹു നിർമാർഗത്തിലാക്കുകയില്ല. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. പിന്മാറ്റപ്പെട്ടവർ അള്ളാഹുവിന്റെ റസൂൽ പോയതിനുശേഷം സ്വന്തം വീടുകളിൽ ഇരുന്നതുകൊണ്ട് സന്തോഷിക്കുകയും തങ്ങളുടെ ദേഹങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനെ വെറുപ്പ് കാട്ടുകയും ഈ ചൂടുകാലത്ത് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടരുതെന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്തു. പറയുക, നരകാഗ്നി അതികഠിനമായ ചൂടുള്ളതാണ്. അതവർ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുമായിരുന്നു. فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. അവർ അല്പം ചിരിക്കുകയും തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായി ധാരാളം കരയുകയും ചെയ്യട്ടെ. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن تخرجوا معي أبدا ولن تقاتلوا معي عدوا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين. ഇനി അവരിൽ ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് താങ്കളെ അള്ളാഹു മടക്കിയെത്തിക്കുകയും എന്നിട്ട് മറ്റൊരിക്കൽ ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ അവർ അനുവാദം ചോദിക്കുകയും ചെയ്താൽ താങ്കൾ പറയണം, നിങ്ങൾ എന്റെ കൂടെ ഒരിക്കലും പുറപ്പെടരുത്. എന്നോടൊപ്പം ഒരു ശത്രുവിനോടും നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ആദ്യ പ്രാവശ്യം ഒഴിവായിരിക്കാനാണല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് പിന്തി നിൽക്കുന്നവരോടൊപ്പം ഇരുന്നു കൊള്ളുക.
ولا تصل على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله وماتوا وهم فاسقون. അവരിൽ ആര് മരണപ്പെട്ടാലും അവനു വേണ്ടി താങ്കൾ നിസ്കരിക്കുകയോ അവന്റെ ഖബറിങ്കൽ നിൽക്കുകയോ അരുത്. അവർ അല്ലാഹുവിലും അവന്റെ റസൂലിലും അവിശ്വസിക്കുകയും താന്തോന്നികളായി മരണമടയുകയും ചെയ്തിരിക്കുന്നു തീർച്ച. ولا تعجبك أموالهم وأولادهم إنما يريد الله أن يعذبهم بها في الدنيا وتزهق أنفسهم وهم كافرون. അവരുടെ സ്വത്തുക്കളും സന്താനങ്ങളും താങ്കളിൽ മതിപ്പുളവാക്കരുത്. അതുകൊണ്ട് ഇഹലോകത്ത് വെച്ച് തന്നെ അവരെ ശിക്ഷിക്കണമെന്നും സത്യനിഷേധികളായിരിക്കെ അവരുടെ ജീവൻ വിട്ടുപോകണമെന്നും മാത്രമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. وَإِذَا أُنْزِلَتْ سُورَةٌ أَنْ آمِنُوا بِاللَّهِ وَجَاهِدُوا مَعَ رَسُولِهِ استأذنك أولو الطول منهم وقالوا ذرنا نكن مع القاعدين. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ റസൂലിനോടൊപ്പം പടവെട്ടുകയും ചെയ്യുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ടൊരധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ അവരുടെ കൂട്ടത്തിലുള്ള ധനികന്മാർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ താങ്കളോട് സമ്മതം ചോദിക്കുകയും ഞങ്ങളെ വിട്ടുതരണേ, ഞങ്ങൾ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർന്നുകൊള്ളാം എന്ന് പറയുകയും ചെയ്യും. رضوا بأن يكونوا مع الخوالف وطبع على قلوبهم فهم لا يفقهون. സ്ത്രീകളോടൊന്നിച്ച് ഇരിക്കുന്നത് കൊണ്ടവർ തൃപ്തരാവുകയും അവരുടെ ഹൃദയങ്ങളിൽ സീലടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർ മനസ്സിലാക്കുന്നില്ല. لكن الرسول والذين آمنوا معه جاهدوا بأموالهم وأنفسهم وأولئك لهم الخيرات وأولئك هم المفلحون. എന്നാൽ അല്ലാഹുവിന്റെ റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും തങ്ങളുടെ ധനവും ദേഹവും കൊണ്ട് യുദ്ധം ചെയ്തു. പലതരം നന്മകളും അവർക്കുണ്ട്. അവർ തന്നെയാണ് വിജയികളും. أعد الله لهم جنات تجري من تحتها الأنهار خالدين فيها ذلك الفوز العظيم. താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരതിൽ ശാശ്വത നിവാസികളാണ്. അതാണ് മഹത്തായ വിജയം. وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم. ഗ്രാമീണരിൽ നിന്ന് ചില ഒഴിവുകഴിവുകൾ പറയുന്നവർ സമ്മതം ലഭിക്കേണ്ടതിനായി നബിയുടെ അടുക്കൽ വന്നു. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും കളവ് പറഞ്ഞ് അവർ ഇരിക്കുകയും ചെയ്തു. അവരുടെ കൂട്ടത്തിലുള്ള സത്യനിഷേധികളെ വേദനാജനകമായ ശിക്ഷ ബാധിക്കുന്നതാണ്. ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله ما على المحسنين من سبيل والله غفور رحيم. ബലഹീനർ, രോഗികൾ, ചിലവ് ചെയ്യാൻ വകയില്ലാത്തവർ എന്നിവർക്ക് അവർ അല്ലാഹുവിനോടും റസൂലിനോടും കൂറുള്ളവരായാൽ യാതൊരു കുറ്റവുമില്ല. സുകൃതികളുടെ പേരിൽ കുറ്റമാരോപിക്കാൻ ഒരു മാർഗവുമില്ല. അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാണ്. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون
ينفقون തങ്ങളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാനായി താങ്കളുടെ അടുക്കൽ വന്ന സമയം നിങ്ങളെ കയറ്റിക്കൊണ്ടുപോകാൻ തക്ക വാഹനം എന്റെ പക്കലില്ല എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ആവശ്യമായ ചിലവുകൾക്ക് വകയില്ലാത്തതിലുള്ള വ്യസനം നിമിത്തം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മടങ്ങിപ്പോയവർക്കും കുറ്റമില്ല. إنما السبيل على الذين يستأذنونك وهم أغنياء رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون. ധനികരായിരിക്കെ താങ്കളോട് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ സമ്മതം ചോദിക്കുന്നവരെ സംബന്ധിച്ചു മാത്രമേ കുറ്റപ്പെടുത്താൻ മാർഗമുള്ളൂ. സ്ത്രീകളോടൊപ്പമായിരിക്കാനാണവർ തൃപ്തിപ്പെട്ടത്. അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ സീലടിച്ചിരിക്കുന്നു, അതുകൊണ്ടവർ ഗ്രഹിക്കുന്നില്ല. يعتذرون إليكم إذا رجعتم إليهم قل لا تعتذروا لن نؤمن لكم قد نبأنا الله من أخباركم وسيرى الله عملكم ورسوله ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് മടങ്ങിച്ചെന്നാൽ അവർ പല ഒഴിവുകഴിവുകളും പറയും. താങ്കൾ അപ്പോൾ അവരെ ഉണർത്തുക, നിങ്ങൾ ഒഴിവുകഴിവുകളൊന്നും ബോധിപ്പിക്കേണ്ട, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങളുടെ ഏതാനും വർത്തമാനങ്ങൾ അള്ളാഹു ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവും അവന്റെ റസൂലും നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ കാണും. അനന്തരം ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിന്റെ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി അവൻ നിങ്ങളോട് വിവരം പറയും. سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون. അവരുടെ അടുത്ത് തിരിച്ചു ചെന്നാൽ നിങ്ങൾ പിന്മാറേണ്ടതിനു വേണ്ടി അള്ളാഹുവിനെ കൊണ്ടവർ സത്യം ചെയ്യും. നിങ്ങൾ അവരെ വിട്ട് പിന്മാറിക്കൊള്ളുക, തീർച്ചയായും അവർ അശുദ്ധരാണ്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലമായി അവരുടെ സങ്കേതം നരകമാകുന്നു. يحلفون لكم لترضوا عنهم فإن ترضوا عنهم فإن الله لا يرضى عن القوم الفاسقين. അവരെക്കുറിച്ച് തൃപ്തിപ്പെടേണ്ടതിനു വേണ്ടി നിങ്ങളോടവർ സത്യം ചെയ്യും. എന്നാൽ നിങ്ങൾ അവരെക്കുറിച്ച് സംതൃപ്തരായാലും അള്ളാഹു ഒരിക്കലും ആ താന്തോന്നികളായ ജനതയെ തൃപ്തിപ്പെടുകയില്ല. الأعراب أشد كفرا ونفاقا وأجدر ألا يعلموا حدود ما أنزل الله على رسوله والله عليم حكيم. ഗ്രാമീണർ സത്യനിഷേധത്തിലും കാപട്യത്തിലും കടുപ്പമേറിയവരും അള്ളാഹു തന്റെ റസൂലിന് അവതരിപ്പിച്ചു കൊടുത്തതിന്റെ നിയമപരിധികൾ അറിയാതിരിക്കാൻ കൂടുതൽ അവകാശപ്പെട്ടവരുമാകുന്നു. അള്ളാഹു സർവജ്ഞനും മഹാതന്ത്രജ്ഞനുമാകുന്നു. ومن الأعراب من يتخذ ما ينفق مغرما ويتربص بكم الدوائر عليهم دائرة السوء والله سميع عليم. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നതൊരു നഷ്ടമായി കണക്കാക്കുകയും നിങ്ങൾക്ക് വല്ല ആപത്തുകളും വന്ന് ഭവിക്കുന്നത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ചിലർ ഗ്രാമീണരിലുണ്ട്. യഥാർത്ഥത്തിൽ ആപത്ത് വന്നു വീഴുന്നത് അവരുടെ മേൽ തന്നെയാണ്. അള്ളാഹുവെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ومن الأعراب من يؤمن بالله واليوم الآخر ويتخذ ما ينفق قربات عند الله وصلوات الرسول ألا إنها قربة لهم سيدخلهم الله في رحمته إن الله غفور رحيم. ഗ്രാമീണരിൽ തന്നെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും ദീനിനു വേണ്ടി
ചെലവ് ചെയ്യുന്നത് അള്ളാഹുവിങ്കൽ പുണ്യകർമ്മമാകുവാനും റസൂലിന്റെ പ്രാർത്ഥന സിദ്ധിക്കാനുമുള്ളൊരു മാർഗമായി കണക്കാക്കുകയും ചെയ്യുന്നവരുമുണ്ട്. അറിയുക, അതവർക്കൊരു പുണ്യകർമ്മം തന്നെയാണ്. അള്ളാഹു തന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. തീർച്ച അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാകുന്നു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. മുഹാജിറുകളിലും അൻസാറുകളിലും നിന്ന് ഏറ്റവും ആദ്യമായി മുമ്പോട്ട് വന്നവരും സുകൃതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയവരുമായവരെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ അള്ളാഹുവിനെക്കുറിച്ചും തൃപ്തരായിരിക്കുന്നു. താഴ്ഭാഗങ്ങളിൽ കൂടി നദികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരതിൽ എന്നെന്നും വസിക്കുന്നവരാണ്. അതത്രേ മഹത്തായ വിജയം. وَمِمَّنْ حَوْلَكُمْ مِنَ الْأَعْرَابِ مُنَافِقُونَ وَمِنْ أَهْلِ الْمَدِينَةِ مَرَدُوا عَلَى النِّفَاقِ لَا تَعْلَمُهُمْ نَحْنُ نَعْلَمُهُمْ سَنُعَذِّبُهُم مَّرَّتَيْنِ ثُمَّ يُرَدُّونَ إِلَى عَذَابٍ عَظِيمٍ. നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ഗ്രാമീണരിലും മദീന നിവാസികളിലും ചില കപടവിശ്വാസികളുണ്ട്. അവർ കാപട്യത്തിൽ പരിശീലനം നേടിയിരിക്കുന്നു. താങ്കൾ അവരെ അറിയില്ല, നമുക്കറിയാം. നാം അവരെ 2 പ്രാവശ്യം ശിക്ഷിക്കും. പിന്നെ കഠിന ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും. وآخرون اعترفوا بذنوبهم خلقوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم إن الله غفور رحيم. തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ മറ്റു ചിലരുമുണ്ട്. അവർ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും കൂട്ടിക്കലർത്തിയിരിക്കുന്നു. 2 ചെയ്തു. അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം. അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാണ്. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. ദാനധർമ്മങ്ങൾ വഴി ശുദ്ധീകരിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് അവരുടെ ധനത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായും താങ്കളുടെ പ്രാർത്ഥന അവർക്ക് മനസ്സമാധാനമാകുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ألم يعلموا أن الله هو يقبل التوبة عن عباده ويأخذ الصدقات وأن الله هو التواب الرحيم. തീർച്ചയായും അള്ളാഹു തന്നെയാണ് തന്റെ അടിമകളിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നതെന്നും ദാനധർമ്മങ്ങൾ വാങ്ങുന്നതെന്നും അള്ളാഹു തന്നെയാണ് ഏറ്റവും പുറത്തു കൊടുക്കുന്നവനും പരമകാരുണികനുമെന്നും അവർ ഗ്രഹിച്ചിട്ടില്ലേ? وَقُلِ اعْمَلُوا فَسَيَرَى اللَّهُ عَمَلَكُمْ وَرَسُولُهُ وَالْمُؤْمِنُونَ وَسَتُرَدُّونَ إِلَى عَالِمِ الْغَيْبِ وَالشَّهَادَةِ فَيُنَبِّئُكُم بِمَا كُنتُمْ تَعْمَلُونَ. താങ്കൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക. അള്ളാഹുവും അവന്റെ റസൂലും സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവൃത്തി കാണും. പിന്നീട് ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചയക്കപ്പെടും. അപ്പോൾ ഇവിടെ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെക്കുറിച്ച് നിങ്ങളെ അവൻ വിവരമറിയിക്കുന്നതാണ്. وآخرون مرجون لأمر الله إما يعذبهم وإما يتوب عليهم والله عليم حكيم. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തു നിർത്തപ്പെട്ട മറ്റൊരു വിഭാഗമുണ്ട്. ഒന്നുകിൽ അവൻ അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയോ ചെയ്യും. അള്ളാഹു സർവജ്ഞനും മഹായുക്തിമാനുമാകുന്നു.
والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. കപടവിശ്വാസികളിൽ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്. അവർ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാനും സത്യത്തെ നിഷേധിക്കാനും സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും മുമ്പ് തന്നെ അള്ളാഹുവിനോടും റസൂലിനോടും സമരം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവന് ഗൂഢസങ്കേതമുണ്ടാക്കി കൊടുക്കാനും വേണ്ടിയൊരു പള്ളി നിർമ്മിച്ചിരിക്കുന്നു. ഞങ്ങൾ നന്മയല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നവർ സത്യം ചെയ്തു പറയും. തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെയാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. താങ്കൾ അതിലൊരിക്കലും നിസ്കരിക്കരുത്. ആദ്യ ദിവസം തന്നെ ഭക്തിയുടെ മേൽ അടിത്തറ പണിതിട്ടുള്ള പള്ളിയിലാണ് താങ്കൾ നിസ്കരിക്കാൻ അവകാശപ്പെട്ടത്. ശുദ്ധി വരുത്താൻ ആഗ്രഹമുള്ള പുരുഷന്മാർ ആ പള്ളിയിലുണ്ട്. ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. أفمن أسس بنيانه على تقوى من الله ورضوان خير أم من أسس بنيانه على شفا جرف أَمَّنْ أَسَّسَ بُنْيَانَهُ عَلَى شَفَا جُرُفٍ هَارٍ فَانْهَارَ بِهِ فِي نَارِ جَهَنَّمَ وَاللَّهُ لَا يَهْدِي الْقَوْمَ الظَّالِمِينَ. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്തിലും അവന്റെ തൃപ്തിയിലും തന്റെ കെട്ടിടം അടിയുറപ്പിച്ചവനോ, അതല്ല മണ്ണിടിഞ്ഞു പോയതിനാൽ ഉൾഭാഗം പൊള്ളയായി നിൽക്കുന്ന നദിയുടെ ഓരത്ത് തന്റെ കെട്ടിടം അടിയുറപ്പിക്കുകയും എന്നിട്ട് തന്നെയും കൊണ്ട് ആ കെട്ടിടം നരകാഗ്നിയിൽ ആപതിച്ചു പോവുകയും ചെയ്തവനോ ആരാണുത്തമൻ? അക്രമികളായ ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. لا يزال بنيانهم الذي بنوا ريبة في قلوبهم إلا أن تقطع قلوبهم والله عليم حكيم. അവരുണ്ടാക്കിയ കെട്ടിടം സ്വന്തം ഹൃദയങ്ങളിൽ അവ കഷ്ണം കഷ്ണമായി പോകുന്നതുവരെ ഒരു ശങ്കയായി കൊണ്ട് തന്നെ നിൽക്കുന്നതാണ്. അള്ളാഹു സർവജ്ഞനും മഹായുക്തിമാനുമാകുന്നു. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. സ്വർഗം പ്രതിഫലം നൽകാമെന്ന നിശ്ചയത്തിന്മേൽ സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ജീവനും സ്വത്തുക്കളും അള്ളാഹു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അങ്ങനെ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും അവനിത് വാഗ്ദാനം ചെയ്ത് ചുമതലയേറ്റിരിക്കുന്നു. അള്ളാഹുവിനേക്കാൾ കരാർ പൂർത്തീകരിക്കുന്നവൻ ആരുണ്ട്? അതുകൊണ്ട് അള്ളാഹുവുമായി ഇടപാട് നടത്തിയ ആ വിൽപ്പന കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അതുതന്നെയാണ് മഹത്തായ വിജയം. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. അവർ
ഖേദിച്ചു മടങ്ങുന്നവരും അള്ളാഹുവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരും നോമ്പനുഷ്ഠിക്കുന്നവരും നിസ്കരിക്കുന്നവരും നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നവരും ചീത്തക്കാര്യങ്ങൾ വിരോധിക്കുന്നവരും അള്ളാഹുവിന്റെ നിയമപരിധികളെ ശരിക്ക് കാത്തുസൂക്ഷിക്കുന്നവരുമാണ് താങ്കൾ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തയറിയിക്കുക. ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم. ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി കുടുംബക്കാരായിരുന്നാലും ശരി, അവർ നരകവാസികളാണെന്ന് വ്യക്തമായ ശേഷം പാപമോചനത്തിനായി പ്രാർത്ഥിക്കാൻ നബിക്കോ സത്യവിശ്വാസികൾക്കോ അവകാശമില്ല തന്നെ. وما كان استغفار إبراهيم لأبيه إلا عن موعدة وعدها إياه فلما تبين له أنه عدو لله تبرأ منه إن إبراهيم لأواه حليم. തന്റെ പിതാവിന്റെ പാപമോചനത്തിനു വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് പിതാവിനോട് അദ്ദേഹം ചെയ്ത ഒരു വാഗ്ദാനമനുസരിച്ചു മാത്രമായിരുന്നു. എന്നാൽ അയാൾ അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് വ്യക്തമായപ്പോൾ പൊറുക്കലിനെ തേടുന്നതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. ഇബ്രാഹിം നബി വളരെ വിനയമുള്ള ആളും സഹനശീലനും തന്നെയായിരുന്നു. وما كان الله ليضل قوما بعد إذ هداهم حتى يبين لهم ما يتقون إن الله بكل شيء عليم. ഒരു ജനത സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതുവരെ അവരെ നേർവഴിയിലാക്കിയതിനു ശേഷം വഴിതെറ്റിക്കുന്ന പതിവ് അള്ളാഹുവിനില്ല. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും അറിയുന്നവനാകുന്നു. ഇന്നല്ലാഹ ലഹു മുൽകുസ് സമാവാതി വൽ അർദി യുഹ്യീ വയുമീത് വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിന് തന്നെയാകുന്നു. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്കൊരു രക്ഷകനോ സഹായകനോ ഇല്ല തന്നെ. لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. നബിയുടെയും മുഹാജിറുകൾ അൻസാറുകൾ എന്നിവരുടെയും മേൽ അള്ളാഹു മാപ്പരുളുക തന്നെ ചെയ്തിരിക്കുന്നു. വമ്പിച്ച വിഷമഘട്ടത്തിൽ ഒരു വിഭാഗത്തിന്റെ ഹൃദയങ്ങൾ തെറ്റിപ്പോകാൻ അടുത്ത ശേഷം നബിയെ പിന്തുടർന്നവരാണവർ. വീണ്ടും അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അള്ളാഹു അവരെ സംബന്ധിച്ച് ഏറ്റവും കൃപയുള്ളവനും പരമകാരുണികനും തന്നെയാണ് തീർച്ച. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. പിന്തിരിച്ചു നിർത്തപ്പെട്ടിരുന്ന മൂന്നാളുകളുടെ മേലും അള്ളാഹു മാപ്പരുളി. അവർക്ക് ഭൂമി വിശാലമായതോടുകൂടി തന്നെ ഇടുങ്ങിയതാവുകയും തങ്ങളുടെ മനസ്സുകൾ തന്നെ വളരെ കുടുസായി തീരുകയും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗം അവനിലേക്ക് മടങ്ങുക മാത്രമാണെന്നവർ ഉറപ്പിക്കുകയും ചെയ്യുന്നതുവരെ
അവർ പിന്തിച്ചു നിർത്തപ്പെട്ടു. പിന്നെ അവരുടെ പശ്ചാത്താപം അവൻ സ്വീകരിച്ചു. തീർച്ചയായും അള്ളാഹു ഏറ്റവും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പരമകാരുണികനും തന്നെയാണ്. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരോടൊന്നിച്ച് നിലകൊള്ളുകയും ചെയ്യുക. ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله ولا يرغبوا بأنفسهم عن نفسه ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يطؤون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين. അള്ളാഹുവിന്റെ റസൂലിനെ വിട്ട് പിന്മാറി നിൽക്കാനോ അവിടുത്തെ ജീവനെ വിട്ട് തങ്ങളുടെ ജീവനോട് പ്രീതി കാട്ടുവാനോ മദീനാക്കാർക്കും അവരുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന ഗ്രാമീണർക്കും ഒരിക്കലും ന്യായമില്ല. അതെന്തുകൊണ്ടെന്നാൽ ദാഹം, ബുദ്ധിമുട്ട്, വിശപ്പ് എന്നിങ്ങനെ വല്ലതും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ ബാധിക്കുകയോ സത്യനിഷേധികൾക്ക് രോഷമുണ്ടാക്കുന്ന വിധത്തിൽ ഒരു സ്ഥലത്ത് അവർ ചവിട്ടുകയോ ഒരു ശത്രുവിൽ നിന്ന് അവർ ഉദ്ദേശം സാധിക്കുകയോ ചെയ്യില്ല. അവ ഓരോന്നിനും അവർക്ക് സൽക്കർമ്മം എഴുതപ്പെട്ടതായല്ലാതെ സുകൃതികളുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല. ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون. അവർ ചെറുതോ വലുതോ ആയ ചെലവ് ചെയ്യുകയോ ഒരു താഴ്വര മുറിച്ചു കടക്കുകയോ ചെയ്താൽ അതൊന്നും തന്നെ അവർക്ക് സൽക്കർമ്മമായി എഴുതപ്പെടാതിരിക്കുകയില്ല. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും നല്ല ആ പ്രവർത്തിക്ക് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതിനു വേണ്ടിയാണത്. وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. സത്യവിശ്വാസികൾ കൂട്ടത്തോടെ യുദ്ധത്തിന് പോകേണ്ടതില്ല. അവരിൽ ഒരു സംഘം എന്തുകൊണ്ട് യുദ്ധത്തിന് പോകുന്നില്ല? മടങ്ങിയെത്തുമ്പോൾ സൂക്ഷ്മത പാലിക്കാനായി അവർക്ക് താക്കീത് നൽകാനും മതകാര്യങ്ങൾ പഠിപ്പിക്കുവാനുമായി. ഓരോ സംഘം എന്തുകൊണ്ട് നബിയുടെ കൂടെ ഇരിക്കുന്നുമില്ല? يا أيها الذين آمنوا قاتلوا الذين يلونكم من الكفار وليجدوا فيكم غلظة واعلموا أن الله مع المتقين. സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വന്തക്കാരായ നിഷേധികളോട് യുദ്ധം ചെയ്യുക. അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തട്ടെ. തീർച്ചയായും അല്ലാഹു ഭക്തന്മാരുടെ കൂടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. وَإِذَا مَا أُنْزِلَتْ سُورَةٌ فَمِنْهُمْ مَنْ يَقُولُ أَيُّكُمْ زَادَتْهُ هَذِهِ إِيمَانًا فَأَمَّا الَّذِينَ آمَنُوا فَزَادَتْهُمْ إِيمَانًا وَهُمْ يَسْتَبْشِرُونَ. ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ നിങ്ങളിൽ ആർക്കാണത് വിശ്വാസം വർദ്ധിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന ചിലർ അവരിൽ മുനാഫിക്കുകളിൽ ഉണ്ട്. എന്നാൽ സത്യവിശ്വാസികൾക്കത് വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടവർ സന്തോഷിക്കുകയും ചെയ്യും. وَأَمَّا الَّذِينَ فِي قُلُوبِهِم مَّرَضٌ فَزَادَتْهُمْ رِجْسًا إِلَى رِجْسِهِمْ وَمَاتُوا وَهُمْ كَافِرُونَ. എന്നാൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവരാകട്ടെ അവർക്കത് മേൽക്കുമേൽ അശുദ്ധിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അവർ സത്യനിഷേധികളായി തന്നെ മരിക്കുകയും ചെയ്യും.
أَوَلَا يَرَوْنَ أَنَّهُمْ يُفْتَنُونَ فِي كُلِّ عَامٍ مَّرَّةً أَوْ مَرَّتَيْنِ ثُمَّ لَا يَتُوبُونَ وَلَا هُمْ يَذَّكَّرُونَ തീർച്ചയായും ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ പ്രാവശ്യം തങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് അവർ കാണുന്നില്ലേ? എന്നിട്ടും അവർ ഖേദിച്ചു മടങ്ങുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. وَإِذَا مَا أُنزِلَتْ سُورَةٌ نَظَرَ بَعْضُهُمْ إِلَى بَعْضٍ هَلْ يَرَاكُم مِّنْ أَحَدٍ ثُمَّ انصَرَفُوا صَرَفَ اللَّهُ قُلُوبَهُم بِأَنَّهُمْ قَوْمٌ لَّا يَفْقَهُونَ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ നിങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ആംഗ്യം മൂലം ചോദിച്ചുകൊണ്ട് അവർ പരസ്പരം നോക്കും, പിന്നെ തിരിഞ്ഞുപോകും. അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ സത്യത്തിൽ നിന്ന് തിരിച്ചു കളഞ്ഞിരിക്കുന്നു. കാരണം തീർച്ചയായും ബോധമില്ലാത്തൊരു ജനതയാണവർ. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم സ്വന്തത്തിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതൻ നിങ്ങളുടെ അടുത്തേക്ക് ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾ ക്ലേശിക്കുന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ്. നിങ്ങൾ സന്മാർഗികളാകുന്നതിൽ അത്യാഗ്രഹിയുമാണ് അദ്ദേഹം. സത്യവിശ്വാസികളോട് വളരെ അലിവും കനിവുമുള്ള ആളും. فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്നുവെങ്കിൽ താങ്കൾ പറഞ്ഞേക്കുക, എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവനെ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവൻ മഹത്തായ അർശിന്റെ നാഥനാണ്.